ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂഫ്ലേ തയ്യാറാക്കിയാലോ. ഇത് പൈനാപ്പിൾ സൂഫ്ലയാണ് കേട്ടോ. നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ജെല്ലിയാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ജെല്ലിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ജെല്ലി ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ പൈനാപ്പിളിൻ്റെ ജ്യൂസിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നമ്മുടെ ജലാറ്റിൻ ഇട്ടിട്ട് ജെല്ലി ഉണ്ടാക്കിയാൽ മതിയാവും. ഇതിപ്പോൾ ഈ പാക്കറ്റിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. അതിൻ്റെ അളവിൻ്റെ പകുതി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ജെല്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ലയിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് നമുക്ക് സെറ്റാക്കാം. ഈ സൂഫ്ലേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തണുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ജെല്ലിയെല്ലാം അലുത്ത് പോകും. നമ്മളിതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി എടുത്ത് വെക്കുക. ഈ സമയം ഈ വലുപ്പത്തിലുള്ള പൈനാപ്പിളിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വിളയിച്ചെടുക്കണം. ഒരിക്കലും ഈ പൈനാപ്പിൾ പാലുള്ള ഒരു സാധനങ്ങളിലേക്ക് പൈനാപ്പിൾ ഒന്ന് ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത്. അത് പിരിഞ്ഞു പോകും, പിന്നെ ഭയങ്കര കയ്പായിരിക്കും. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് വിളയിച്ചെടുക്കുക. പഞ്ചസാര ആവശ്യത്തിന് ചേർക്കുക കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. എന്നിട്ട് ഈ പൈനാപ്പിൾ വിളയിച്ചതും ജെല്ലിയെല്ലാം നന്നായിട്ട് തണുക്കാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇത് അസംബിൾ ചെയ്താൽ മാത്രം മതിയാവും. അതിന് വേണ്ടിയിട്ട് ഈ ജെല്ലി നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് സ്ക്രേപ്പ് ചെയ്തിട്ട് എങ്ങനെ വേണം ചേർക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ വളരെ കുറച്ച് അളവ് ഉണ്ടാക്കുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ മധുരം കഴിക്കുന്നത് വളരെ കുറവാണ്. ഞാനിപ്പോൾ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഉണ്ടാക്കിയാണ് കേട്ടോ. ഞാൻ വീഡിയോ ഇടാനായിട്ട് കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ട് ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. അപ്പോൾ നമുക്കിതെല്ലാം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാം. അതിനുശേഷം ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. തണുത്ത് തന്നെ ഇരിക്കട്ടെ. ഇതിങ്ങനെ നമുക്ക് സ്ക്രേപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല കട്ടിക്കാണെങ്കിൽ ക്യൂബ്സ് ആയിട്ടും ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വളരെ തിന്നായിട്ടുള്ള ലെയർ എടുത്തത്, ഞാൻ സ്ക്രേപ്പ് ചെയ്താണ് ഇടുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസും കൂടെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ അമുലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിരിക്കുന്നത്. കൂടുതൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം വേണോ സ്വീറ്റ് അതിനനുസരിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഫുൾ ക്രീമിൻ്റെ ഒരു പാക്കറ്റ് ഫുള്ളും എടുത്തിട്ടില്ല കേട്ടോ. ചെറിയ പാക്കറ്റാണ്, ഫുള്ളും എടുത്തിട്ടില്ല. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ക്രീമും മിൽക്ക് മെയ്ഡും നല്ലതായിട്ട് യോജിച്ച് മധുരം നോക്കുക. ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ ഇത്ര അളവെന്നൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മധുരം ഒന്ന് നോക്കുക. അതിപ്പം ഒത്തിരി മിൽക്ക് മെയ്ഡായി പോകുകയാണെങ്കിൽ ചിലപ്പം ചിലർക്ക് ഭയങ്കര മധുരമായി പോകും. കാരണം നമ്മൾ പൈനാപ്പിൾ ആണെങ്കിലും സ്വീറ്റാണ്, ജെല്ലി ആണെങ്കിലും സ്വീറ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നമുക്ക് കോരിയെടുക്കാവുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 ഐറ്റം, അത് ചിൽഡായിട്ട് തന്നെ ഞാൻ പറഞ്ഞത്, ചിൽഡായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തണുത്ത നമ്മുടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. പൈനാപ്പിൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിന് മുകളിൽ കുറച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുകളിൽ തൂവി കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജെല്ലിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചില്ലായിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഇത് എപ്പോഴും നല്ല തണുത്ത് തന്നെ കഴിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ജെല്ലി എല്ലാം ചേർക്കുന്നുണ്ട്. നമ്മൾ തണുത്ത് അല്ലെങ്കിൽ ജെല്ലി എല്ലാം കുറച്ച് കുറച്ച് മെൽറ്റായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം തണുത്ത് തന്നെ നമുക്ക് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. നമുക്കിപ്പോൾ നാളത്തേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തലേദിവസം രാത്രി തന്നെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഇത് ഒരുമിച്ച് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിലുള്ള ഒരു കുട്ടിയായിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ബൗൾസിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ജെല്ലി മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന സ്വീറ്റാണ്.